ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള പായസം കേക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം കേക്കാണ്. പായസം ഞാൻ പാലട പായസമാണ് കേട്ടോ ഇവിടെ ഞാൻ ചേർക്കുന്നത്. പാലട പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കൂട്ടുകാർ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. അപ്പം സ്പഞ്ചൊക്കെ നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു കപ്പ് മൈദയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ, 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ഏലക്കയാണ്. ഞാൻ ഏലക്ക ഇതിൽ പൊടിച്ചതല്ലാതെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിൽ കാണാൻ പറ്റാത്തത്, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കൂട്ടുകാരല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ട, അതിൻ്റെ കൂടെ ഞാനിവിടെ 1 ടീസ്പൂണോളം നമ്മുടെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ബദാമിൻ്റെ മിക്സാണ് കേട്ടോ. ടീസ്പൂണോളം ബദാമിൻ്റെ മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടുകാർ ഏലക്ക ഇതിൻ്റെ കൂടെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം, അല്ലാതെ ഏലക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് എടുക്കുക. പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്നത് പോലെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്ലഫി ആയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കേക്ക് സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ മാവിൻ്റെ കൂട്ടും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാട്ടോ, പതിയെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടില്ല. ഇത്രത്തോളം നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ നമുക്ക് കിട്ടും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂട്ടുകാർക്ക് ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ലുക്ക്. കരിഞ്ഞു പോയതൊന്നും അല്ല കേട്ടോ, കുറച്ച് ബ്രൗൺ കളറിലോട്ട് ആയിട്ടുണ്ട് ഇത്. പക്ഷേ കറക്റ്റായിരുന്നു. ആ ഒരു കേക്കിന് ആ ഒരു യെല്ലോ കളറും കൂടെ വന്നതുകൊണ്ടാണ് ചുറ്റിനും ഈ ഒരു കളർ നമ്മുടെ കേക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ക്യാമറയിൽ എടുത്തപ്പോൾ കുറച്ചുകൂടെ ഒരു കളർ കൂടുതൽ കാണുന്നതാണ്. അപ്പം കേക്കൊക്കെ നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ക്രീമിൽ കുറച്ചുകൂടെ ബദാമിൻ്റെ ആ ഒരു മിക്സും കൂടെ ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രീമും നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ, അത് ഞാൻ കാണിക്കുന്നില്ല, കൂട്ടുകാർക്ക് അറിയാമായിരിക്കുമല്ലോ. ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചോ മിക്സിയിലോ, അതും നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഐസിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ലോട്ട് കുറച്ച് ക്രീം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ലെയറാണ് ഞാൻ ഏറ്റവും താഴെയായിട്ട് ചരിച്ച് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ക്രീം ഇവിടെ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സിറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാലട പായസം ഉണ്ടല്ലോ, പാലട പായസത്തിൻ്റെ ആ ഒരു മിൽക്ക് അടയും എല്ലാം കൂടെ വെന്ത് കുറുകി വന്നിട്ടുള്ള ആ ഒരു വെള്ളമാണ്. ഫില്ലിംഗ് ആയിട്ട് ഞാൻ നമ്മുടെ പാലട പായസത്തിൻ്റെ ആ പാലടയൊക്കെ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നല്ലപോലെ കട്ടിയാവുന്ന ആ ഒരു ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനിവിടെ വെറ്റ് ചെയ്യാനായിട്ടും ഫില്ലിംഗ് ആയിട്ടും എടുക്കുന്നത്. ഞാൻ ആ പാലട പായസത്തിൻ്റെ റെസിപ്പിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ, അതായത് മിക്സ്, നമ്മുടെ പായസത്തിൻ്റെ മിക്സ് വാങ്ങിയിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പായസത്തിൽ നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ് നമ്മുടെ കേക്കിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാഷ്യൂ നട്ട്സ് കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരും പായസം ആദ്യം ചെയ്യുന്ന സമയത്ത് കാഷ്യൂ നട്ടൊക്കെ കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ കേക്ക് ഇരിക്കണം. ആ ഒരു പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഓരോ ബൈറ്റിലും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മിനിമൽ രീതിയിൽ മാത്രമേ ഞാൻ ഈ കേക്കിന് ക്രീം ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ക്രീം കുറച്ചധികം കൂടിപ്പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കേക്കിന് ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക. പക്ഷേ അതിനേക്കാളും നന്നായിട്ട് നമുക്ക് ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് വേണം ഈ ഒരു കേക്കിൽ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ക്രീം കുറച്ചിട്ട് പായസത്തിൻ്റെ ഫില്ലിങ് കുറച്ച് അധികമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്.
ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മുകളിലോട്ടുള്ള ലെയറും നമുക്ക് ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യാം. കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ലെയേഴ്സിൻ്റെ എണ്ണം കൂട്ടാം. കേക്കിൻ്റെ ആ ഒരു തിക്നെസ് കുറച്ചിട്ട് ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ക്രഞ്ചിനെസ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൈസൻസ് ഇടാത്തതിൻ്റെ കാരണം എല്ലാ കസ്റ്റമേഴ്സിനും ആ ഒരു റൈസൻസ് അതിൻ്റെ ആ ഒരു പുളിപ്പോട് കൂടിയുള്ളൊരു മധുരം ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. ഇനി സേമിയ പായസമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് റൈസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിൽ റൈസൻസ് ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ കോട്ടിങ് ഞാനിവിടെ ചെയ്യുന്ന സമയത്തും വളരെ കുറഞ്ഞ രീതിയിലാണ് ക്രീം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം ക്രീമിൻ്റെ ടേസ്റ്റിൽ നമ്മുടെ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് മുങ്ങിപ്പോകരുത്. അത് എപ്പോഴും ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ നമ്മുടെ കേക്കിൽ നല്ലപോലെ കിട്ടണം. അപ്പം ഒബ്വിയസ്ലി ക്രീം കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കേക്കിന് അത്രയ്ക്കൊരു ഫിനിഷിങ് കിട്ടണം എന്നില്ല. അപ്പം ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ബ്രഷൊക്കെ വെച്ചിട്ട് നമുക്ക് സൈഡിൽ അങ്ങ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ സൈഡിൽ ആ ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ് ഇല്ലാത്ത ആ ഒരു ഫീൽ ഉണ്ടാവത്തില്ല. ഇതൊരു സിമ്പിൾ ഡിസൈനായിട്ട് കിട്ടും. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് പായസവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നൈഫ് വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കേക്കിനൊരു ഭംഗിയും അതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടെ തരും. പിന്നെ കുറച്ച് ഗ്രീൻ കളർ പേൾസ് ഞാൻ ചുറ്റിനും വെച്ചിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്ക് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം, കൂട്ടത്തിൽ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം.